മഴ തോരും മുമ്പയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വൈജയന്തി മക്കൾക്ക് ഭക്ഷണം കൊടുക്കണ്. അപ്പോൾ ആ സമയത്ത് ബബി മോള് ചോദിക്കുന്നുണ്ട്, അമ്മ ഹോസ്പിറ്റലിൽ പോയിരുന്നോ? ഞാൻ എന്തിന് ഹോസ്പിറ്റലിൽ പോകണം, എനിക്ക് അസുഖമൊന്നുമില്ലല്ലോ എന്ന് പറയും. ഓ അത് ശരിയാ എന്ന് കൃഷ്ണമോൾ പറയുന്നുണ്ട്. അമ്മയുടെ അസുഖത്തിനെ മരുന്നില്ല, ചികിത്സയില്ല എന്ന് പറയും. ആന്താടി എനിക്ക് ചികിത്സ ഇല്ലാത്ത അസുഖം എന്ന് ചോദിക്കും. കുശുമ്പ്, അസൂയ, ഏഷണിയൊക്കെ എന്ന് പറയും. അത് കേട്ടുകൊണ്ടാണ് ബാലചന്ദ്രൻ വരുന്നത്. ബാലചന്ദ്രൻ അത് കേട്ടിട്ട് ചിരിക്കും. അപ്പോൾ പറയുന്നേ എൻ്റെ കയ്യിൽ നിന്ന് കേൾക്കുകയും പിടിക്കൊന്നും വേണ്ട കേട്ടാന്ന് പറയും. മോളെ നിനക്ക് അമ്മ പോണില്ലെങ്കിൽ വേണ്ട, നിനക്ക് പോകണം ഹോസ്പിറ്റലിൽ? ആ എനിക്ക് പോകണം അച്ഛാ, അലീന ചേച്ചിനെ കാണാമെന്ന് പറഞ്ഞു കൃഷ്ണ ചാടി വീണ്. എന്നാലൊരു കാര്യം ചെയ്തോ, വൈകുന്നേരം 5 മണിയാകുമ്പോൾ റെഡിയായി നിന്നോ, ഞാൻ വരുമ്പോൾ നിന്നെ കൊണ്ടുപോകാം. പിന്നെ നീ നിന്ന് അവിടുത്തെ അലീനയുടെ ബൈസ്റ്റാൻഡർ എന്ന് പറയുമ്പോൾ ഞാനോ എന്ന് പറയും. ആ നീ നിന്നാ എനിക്ക് സന്തോഷമാണ് അച്ഛാ, ഞാൻ നിന്നോളാന്ന് പറയും. ആ എന്നാൽ മോള് നിന്നാ, അവൾക്ക് കൂട്ടായി മോള് തന്നെ വേണം എന്ന് പറയുന്നുണ്ട്. ബാഗൊക്കെ എടുത്തോളൂ, നാളെ സ്കൂളിലേക്ക് അവിടെ നിന്ന് പോകാം, ഡ്രസ്സ് എടുത്തോട്ടാന്ന് പറയും. ഞാൻ റെഡിയാണ് അച്ഛാന്ന് പറയും. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇവിടുത്തെ വീട്ടുവേലക്കാരിക്ക് കൂടെ നിൽക്കാനുള്ളതല്ല എൻ്റെ മോള്, അവളെ കൈതയ്ക്കൽ മാളിക വീട്ടിൽ വൈജയന്തിയുടെ മകളാണെന്ന് പറയും. ആ കൈതയ്ക്കൽ മാളിക വീട്ടിൽ വൈജയന്തിയുടെ ആങ്ങളയുടെ മോൻ തന്നെയുണ്ട് അവിടെ കാവലിരിക്കുന്നത് അലീനയ്ക്ക്. അപ്പോൾ അവന് നാണക്കേടും മാനൊന്നില്ലേ? അവന് നാണോ മാനില്ലാത്തതിന് ഞാൻ എന്ത് ചെയ്യാൻ? കൃഷ്ണേ നീ പോകരുതിട്ടാന്ന് പറയും. ഞാൻ പോകും, എൻ്റെ അച്ഛൻ്റെയും മനുവേട്ടനും എന്തോരം മാനമുണ്ടോ അത്രയും തന്നെ എനിക്കും മതി മാനം എന്ന് പറയും. അതിന് കൂടുതൽ അഭിമാനമൊന്നും എനിക്ക് വേണ്ടാന്ന് പറയും. അപ്പോൾ ബാലേന്ദ്രൻ കൂടുതൽ പുഞ്ചിരിക്കും. വേഗം മക്കൾ എഴുന്നേറ്റ് പോകും. ദേഷ്യം വന്നിട്ട് പാടില്ല. ഒരു കാര്യം അപ്പോൾ നമ്മുടെ വൈജയന്തിയോട് ബാലചന്ദ്രൻ പറയുന്നേ, നിൻ്റെ മോളെ പറഞ്ഞയച്ചില്ലെങ്കിൽ ഇന്ന് അവൾക്ക് കൂട്ടും ഞാനായിരിക്കും എന്ന് പറയും. അത് കേട്ടോടുകൂടി ബാലചന്ദ്രൻ ആകാൻ ഞെട്ടണ്. വൈജയന്തി നിങ്ങൾക്ക് എന്തിൻ്റെ സൂക്കേടുന്ന് ഞാൻ പറഞ്ഞില്ല എന്ന് വേണ്ട, നിങ്ങൾക്ക് നാണമില്ലേ, നിങ്ങൾക്ക് മാനമില്ലേ, നിങ്ങൾക്ക് അഭിമാനമില്ലേ എന്നൊക്കെ ചോദിക്കും. എനിക്ക് അഭിമാനം നാണോ മാനോ ഒന്നും ഇല്ലടി എന്ന് പറയും. നിങ്ങൾ പിന്നെ എന്തിനാണ് വലിയ കാര്യമായിട്ട് എന്നെ കല്യാണം കഴിച്ച് തരാൻ പറഞ്ഞിട്ട് ഞങ്ങളുടെ വീടിൻ്റെ പടിക്കൽ വന്ന് യാചിച്ചത് എന്ന് പറയും. അത് നിനക്കറിയാത്തൊരു കഥയുണ്ട്, അതൊരു പ്രതികാരമെന്ന് പറയും. പ്രതികാരം എന്ന് കേട്ടപ്പോൾ പിന്നെ പ്രത്യേകിച്ചൊന്നും പറയില്ല. അങ്ങനെ വൈജയന്തി അകത്തേക്ക് എഴുന്നേറ്റ് പോകും. പിന്നെ അലീനയുടെയും മനുവിനെയാണ് കാണിക്കുന്നത്. ഹോസ്പിറ്റലിൽ 2 പേരും കൂടി ഇരിക്കുന്ന സമയത്ത് കൃഷ്ണമോൾ ഓടി വണ്ട് അലീന ചേച്ചി എന്ന് വിളിക്കേ. മോളോ നീ എങ്ങനെ വന്നതെന്ന് ചോദിക്കും. അച്ഛനുണ്ട് എന്ന് പറയും. അച്ഛനെവിടെ? അച്ഛൻ താഴെ എത്തിയിട്ടുള്ളൂ, ഞാൻ റൂം നമ്പർ ചോദിച്ച് ഓടിപ്പോന്നതെന്ന് പറയും. ആ സമയത്ത് തന്നെ അപ്പോൾ കൃഷ്ണ നമ്മുടെ മനുവിനെ മൈൻഡ് ചെയ്യില്ല, അലീന ചേച്ചിനെയാണ് മൈൻഡ് ചെയ്യണേ. ഹായ് മനുവേട്ടാ എന്ന് പറയും. ഓ നമ്മളൊന്നും മൈൻഡ് ചെയ്യണ്ട, നമ്മളൊക്കെ ആര് എന്ന് പറയും. ഓ പിണങ്ങിയോ? അന്നൊരു കാര്യം ചെയ്യ്, സ്വന്തമായിട്ട് ഒരു കത്രിക എടുത്ത് കഴിഞ്ഞിട്ട് വയറ്റത്ത് കുത്തി കൂടെ എടുക്ക് രാജകുമാരൻ, അപ്പം ഞങ്ങളെല്ലാവരും മൈൻഡ് ചെയ്യാട്ടാന്ന് പറയും. ആ സമയത്ത് ബാലചന്ദ്രൻ അലീനയുടെ ബാഗായിട്ട് വരും. അയ്യോ സാർ ഇത് എൻ്റെ ബാഗല്ലേ? ആ ഇവളത് കൊണ്ടുവന്നില്ല, ഞാൻ ഇവളവിടെ ഇട്ടിട്ട് പോന്ന്, എനിക്ക് എടുത്തുകൊണ്ട് വരാണ്ട് പറ്റുമോ എന്ന് പറയും. അപ്പോൾ പറയും അയ്യോ സോറി അച്ഛാ, ഞാൻ അലീന ചേച്ചിനെ കാണാനുള്ള ധൃതി കൊണ്ട് ഞാൻ മറന്നതാന്ന് പറയും. അങ്ങനെ അലീനയ്ക്ക് ഇന്ന് കൂട്ട് ഇവളെന്നിട്ട് ഇവിടെ എന്ന് പറയും. ഇവളോ എന്ന് പറയും. ആ ഞാനാണെന്ന് ഇവിടെ നിൽക്കണത്. അപ്പം മനുവേട്ടൻ ഇന്ന് വീട്ടിൽ പോയിക്കോട്ടെ, ആ വീട്ടിൽ പോയി കിടന്ന് ഉറങ്ങിക്കോ എന്ന് പറയും. അതെ മനു നീ വാ നമുക്ക് പോകാം, മനു നല്ലോണം ഒന്ന് ഉറങ്ങ്, 2 ദിവസമായില്ല ഇവിടെ തന്നെ നിൽക്കണേന്ന് പറയും. അത് സാരില്ലെങ്കിലേ ഇവള് നോക്കുമോ നോക്കിടി, നീ നോക്കുമോ നല്ലോണം? ഓ ഞാൻ നോക്കിക്കോളാന്ന് പറഞ്ഞു, നിങ്ങൾ ധൈര്യപ്പെട്ട് പോക്കോ, ഞങ്ങളൊന്ന് വർത്താനം പറഞ്ഞ് നേരം വിളിപ്പിച്ചോളാന്ന് പറയും. അതും പാടില്ല, അവൾക്ക് റെസ്റ്റ് വേണം എന്ന് പറയും. അതിനുശേഷം ബാലചന്ദ്രൻ അലീനയുടെ അടുത്ത് വന്നിരുന്നിട്ട്, എങ്ങനെയുണ്ട് അലീന, വേദനയൊക്കെ ഉണ്ടോയെന്ന് ചോദിക്കും. സത്യത്തിൽ അച്ഛൻ്റെ വാത്സല്യത്തോടെ എന്നെ നെറുകയിലൊക്കെ ഇങ്ങനെ തലോടുന്നുണ്ട്. ഇപ്പം കുഴപ്പമില്ല സാറേ, ഇച്ചിരി വേദനയുണ്ട് വയറിൻ്റെ അവിടെ, ആ സ്റ്റിച്ച് വലിയതായിരിക്കും, പേടിക്കേണ്ട കേട്ടാ, 2 ദിവസം കഴിയുമ്പോൾ മാറും. വാ മനു നമുക്ക് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ മനു ബാഗൊക്കെ എടുത്ത് പോകണം. അലീനയ്ക്ക് ഒരു മിഠായി കൊണ്ടുവന്നിട്ടുണ്ട്. അനിയത്തി മിഠായി കൊടുക്കും. ഇതെന്തിനാടി എന്നറിയും, ഇത് ചിലവ് എൻ്റെ വക. എന്ത്? അലീന ചേച്ചിക്ക് കുത്ത് കിട്ടി ഹോസ്പിറ്റലായിന്, നീ എൻ്റെ കുത്ത് സെലിബ്രേഷൻ ആക്കി എടുത്തോടി എന്ന് ചോദിക്കും. ആ അതൊക്കെ ഉണ്ടെന്ന് അറിയും. അങ്ങനെ അലീന ആ മിഠായി ഒരു കഷ്ണം എടുത്ത് അനിയത്തിൻ്റെ വായിൽ വെച്ച് കൊടുക്കുമ്പോൾ അനിയത്തി പറഞ്ഞു എനിക്ക് വേണ്ട, ഇത് ഞാൻ ചേച്ചിക്ക് തന്നതാണ് സ്വന്തമായിട്ട്, ചേച്ചി കഴിച്ചോ എന്ന് പറയും. നമുക്ക് വൈകുന്നേരം ചിക്കൻ ബിരിയാണിയൊക്കെ മേടിക്കാട്ടാന്ന് പറയും. ചിക്കൻ ബിരിയാണിയോ? അതെങ്ങനെ മേടിക്കോടി എന്ന് ചോദിക്കും. അതിനൊക്കെ അല്ലേ മൊബൈലിൽ ഒന്ന് ഓർഡർ ചെയ്താൽ നമ്മുടെ വിരൽത്തുമ്പിൽ എത്തില്ലേ ചേച്ചി എന്ന് പറയും. ഓ അങ്ങനെയെന്ന് പറയും. അതിനുശേഷം പിന്നെ കാണിക്കുന്നത് മനുവിനെയാണ്. മനു ഓടി വരുന്നു, കാറ് കൊണ്ട് നിർത്തി ഡോറ് തുറന്നിറങ്ങണ്. അപ്പം ഇങ്ങനെ പഴയതൊക്കെ ഇങ്ങനെ ഓർക്കണം, ആ ദേഷ്യം കൊണ്ട് ഇങ്ങനെ അകത്തേക്ക് കയറി വരികയായിരിക്കും. എടാ നീ ഹോസ്പിറ്റലിൽ നിന്ന് എഴുന്നള്ളി വരികയായിരിക്കും അല്ലേ എന്ന് അമ്മ ചോദിക്കുന്നുണ്ട്. അതെ എന്തേന്ന് ചോദിക്കും. അവൻ എന്തേന്ന് ചോദിക്കും ഹരി. അപ്പം അതിന് മറുപടി പറയാൻ പറയും, നിനക്ക് നാണമില്ലേടാ ഒരു വേലക്കാരീനെ പോയി താങ്ങിക്കെടുക്കാൻ നോക്കാൻ? അതെ നീ 2 ദിവസമായില്ല എറണാകുളത്തേക്ക് പോയിട്ട്, നീ ഇങ്ങോട്ടും വന്നില്ല, നീ ഹോസ്പിറ്റലിൽ ചെന്ന് കിടക്കണ് നാണം കെട്ടവൻ എന്ന് പറയും. ഹരി എന്തേ അങ്ങനെ ഉറക്കാനോട് ചോദിക്കും. അപ്പോൾ പെട്ടെന്ന് അങ്ങോട്ട് കമല ഞെട്ടാണ്.
ആ ഞെട്ടലിൽ കമല മുകളിലുണ്ടെന്ന് പറയും. അങ്ങനെ മനു മുകളിലേക്ക് ഓടിക്കയറും. പിന്നാലെ കമലയും പോവും. എന്തോ പന്തികേടുണ്ടെന്ന് പറയും. തോന്നും. അങ്ങനെ മനു അകത്ത് കയറി വാതിൽ കുറ്റിയിടും. അപ്പോഴത്തേനും കമല ഓടി അവിടെ എത്തുന്നുണ്ട്. ആ മനുവേട്ടൻ എപ്പോൾ വന്നേ ഹോസ്പിറ്റലിൽ നിന്ന് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കും, ഒന്നും അറിയാത്ത പോലെ. അപ്പോൾ മനു 2-3 മിനിറ്റ് അവനെ തന്നെ നോക്കിയിരിക്കും. എന്നിട്ട് കാരണക്കുറ്റി നോക്കി ആഞ്ഞൊരു അടീനെ ഒറ്റയടിക്ക് എന്നെ കട്ടിലേക്ക് മറിഞ്ഞ് വീണ് ഹരി. എന്നെന്തിനാ തല്ലണേ എന്ന് ചോദിക്കും. അവിടെ നിന്ന് പോക്കി വീണ്ടും അടിക്കിന്. അങ്ങനെ ഹരിയുടെ കരച്ചിൽ പുറത്തേക്ക് കേൾക്കണ്. അപ്പോൾ അത് കേട്ടപ്പോൾ കമല മക്കൾ തമ്മിൽ തല്ലുകൂടുന്നു മനസ്സിലായി. എന്തോ സംഭവിച്ചിട്ടുണ്ടെന്ന് പറയാം. എടാ വാതിൽ തുറക്കടാ മനു, നീ എന്തിനാടാ അവനെ തല്ലിച്ചതക്കിനെ, വാതിൽ തുറക്കും മക്കളെ എന്ന് പറഞ്ഞൊരു ആ അമ്മ ഭയങ്കരമായിട്ട് കരഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. വാതിൽമ മുട്ടുന്നുണ്ട്. മനു ആണെങ്കിൽ നിർത്താൻ കൂട്ടാക്കുന്നില്ല. മനു അടിച്ചോണ്ടടിച്ചു, ഒരുപാട് അടിച്ചു. കഴുത്തിലൊക്കെ കുത്തിപ്പിടിച്ച് ഞെക്കി. ലാസ്റ്റ് ഹരിക്ക് എതിർക്കാൻ പോലും പറ്റണില്ല, നിന്ന് കൊള്ളേണ്ടി വന്ന്. എല്ലാം അടിച്ച് എന്തിനെന്നെ അടിക്കണേന്ന് ചോദിച്ചതിനൊന്നും മറുപടി പറയുന്നില്ല. അടിച്ചതിൻ്റെ കാരണം എന്തായാലും അവനറിയാലോ എന്ന് പറയും. എന്തായാലും ഞാൻ പറയാണ്ട് നിനക്ക് അറിയാലോ എന്ന് ചോദിക്കും. അതിനും മറുപടി പറയില്ല. അടിച്ച് ലാസ്റ്റ് കമലയുടെ കരച്ചിൽ പുറത്തുനിന്ന് ശക്തിയാവും. മോനെ വാതിൽ തുറക്കണം മക്കളെ, നിങ്ങൾ എന്തിനാ തല്ലണത്, പരസ്പരം തല്ലിച്ചാവല്ലേ, തുറക്ക് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ഇങ്ങനെ പൊട്ടിക്കരഞ്ഞപ്പോൾ ലാസ്റ്റ് ഹരിയും കൈ തൊഴുത് ഇങ്ങനെ പറയണേ, മനുവേട്ട എന്നെങ്കിൽ തല്ലല്ലേ എന്ന് പറയണ്, മാപ്പ് എന്നൊക്കെ പറയും. അങ്ങനെ ഹരിനെയും കൊണ്ട് വലിച്ച് വാതിൽ തുറക്കണ്. വാതിൽ തുറന്ന് നോക്കി ഹരിയുടെ അവസ്ഥ കണ്ടോടുകൂടി കമലയുടെ നെഞ്ച് പൊട്ടുന്നത്. കമലയുടെ ദുഷ്ടാ, നീ എന്തിനാടാ എൻ്റെ മോനെ ഇങ്ങനെ തല്ലണത്, നീ എന്തിനാടാ ഇങ്ങനെ തല്ലി ചതച്ചതെന്ന് ചോദിക്കും. അപ്പം ഹരിനോട് മനു പറയണ്, അതെ ഞാൻ പറയടാ സംഭവിച്ചു, ഞാൻ എന്തിനാ നിന്നെ തല്ലിയെന്ന് നീ നിൻ്റെ അമ്മനോട് തന്നെ പറഞ്ഞു കൊടുക്കുകയെന്ന് പറയും. അപ്പം മനു ഒന്നും മിണ്ടണില്ല, ഹരി ഒന്നും മിണ്ടണില്ല. അപ്പോൾ ഒന്നും കൂടെ അടി, ദേ ഇനി എൻ്റെ കിട്ടിയേക്കാളും 100 ഇരട്ടി കിട്ടുമെന്ന് പറയും. അപ്പോൾ വേഗം പറയുന്നത്, ഞാൻ ഇന്നലെ ക്ലാസ് കട്ട് ചെയ്ത് രോഹിത്തിൻ്റെ വീട്ടിലേക്ക് പോയി. രോഹിത്തിനെയും കൂട്ടി അലീനനെ മുറിയിലേക്ക് വിളിച്ചു കയറ്റി. ഇത്രയും കേട്ടപ്പോൾ തന്നെ കമലയുടെ നെഞ്ചിങ്ങനെ പെടപെടാന്നിടിക്കുന്നു. ബാക്കി പറയടാന്ന് പറയും. ജ്യൂസിൽ മയക്കുമരുന്ന് കൊടുത്ത് കുടിപ്പിച്ചു എന്ന് പറയും. അപ്പോൾ വീണ്ടും കമല ഞെട്ടണ്. എന്നിട്ട് ബാക്കിയും പറയടാന്ന് പറയും. എന്നിട്ട് അവളെ ഞങ്ങൾ കയറി പിടിച്ചു എന്ന് പറയും. എന്തിനാണെന്നും കൂടെ പറഞ്ഞു കൊടുക്കടാന്ന് പറയും. അപ്പോൾ റേപ്പ് ചെയ്യാമെന്ന് പറയും. അത് കേട്ടോടുകൂടി കമല ആകെ തകർന്ന് നെഞ്ചത്ത് കൈവയ്ക്കിന്, വായ പൊത്തി ഇങ്ങനെ കരയിന്. കേട്ടില്ലേ, സ്വന്തം ഈ ഒരു മോനെ പെറ്റ് വളർത്തി വലുതാക്കിയ അമ്മ തന്നെ കേട്ടില്ലേ മകൻ്റെ വായിൽ നിന്ന് വീണ വാക്ക്. ഇവനെ കണ്ടു പഠിക്കാനല്ല എന്നോട് പറഞ്ഞത് എന്ന് പറയും. എന്നിട്ട് പറയും, അലീന പോലീസിൽ പറയുന്നെങ്കിൽ നിൻ്റെ അവസ്ഥ എന്തായിരിക്കണമെന്ന് പറയും. അമ്മ എന്നെ മനുവേട്ട കുറേ തല്ലി ചതച്ചമ്മയെന്ന് പറയും. ഞാൻ തല്ലിയതിനേക്കാളും 100 ഇരട്ടി നിന്നെ അടിക്കുമായിരുന്നുടാ പോലീസ്. അവൾ പോലീസിനോടൊരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ മകൻ 10 വർഷം ജയിലിലായിരിക്കും കേട്ടാ എന്നും പറഞ്ഞ് അങ്ങനെ മനു കമലയുടെ മുന്നിൽ കൂടെ അങ്ങോട്ട് ഇറങ്ങി പോകണ്. കമലാണെങ്കിൽ ആകെ തകർന്ന് തരിപ്പണായിട്ട് പൊട്ടി കരഞ്ഞുകൊണ്ട് ഹരിനെ നോക്കി നിൽക്കുന്നതോടെയാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ അവസാന ഭാഗം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.